السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ, അതേപോലെ തന്നെ ബഹുമാന്യനായ ഉസ്താദ് PN അബ്ദുൽ ലത്തീഫ് മദനി അവറുകൾ, മറ്റു സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, സഹോദരന്മാർ, സഹോദരികൾ, എൻ്റെ ശബ്ദം അടുത്തു നിന്നും അകലിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ഹദീസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹ്യുകളാണ് എന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ രണ്ട് ലോകത്തുമുള്ള ജീവിതം സന്തോഷകരമാകുന്നതിന്, വിജയകരമാകുന്നതിന് ആധാരമായിക്കൊണ്ട്, ഒരു മനുഷ്യൻ്റെ നിയമാവലിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്ത പ്രമാണങ്ങളാണ് ഖുർആനും ഹദീസും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടി ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ രണ്ട് വിഭാഗങ്ങളെ, സഖലൈനികളെ അഥവാ മനുഷ്യരെയും ജിന്നുകളെയും, അവർക്ക് ഹിദായത്തിൻ്റെ വഴി കാണിക്കാൻ, അവരെങ്ങനെ ജീവിക്കണം, എങ്ങനെയായിരിക്കണം, നമ്മളെന്ന ഒരു പ്രൊഡക്റ്റിനെ ഇവിടെ അള്ളാഹു സൃഷ്ടിച്ചിട്ടപ്പോൾ ഒരു യൂസർ മാനുവൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയുണ്ടായി. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്, അവൻ്റെ അടക്കവും അനക്കവും, അവൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഏത് രീതിയിലായിരിക്കണം, അതാണ് പ്രമാണങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആനും ഹദീസും എന്തൊന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അത് ജീവിതത്തിൽ സ്വീകരിക്കലും, അത് കേൾക്കലും അനുസരിക്കലും, സമിഅ്നാ വ അതഅ്നാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ജീവിതം അതനുസരിച്ചായിരിക്കും എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അല്ലാതെ വിശുദ്ധ ഖുർആൻ അത് അള്ളാൻ്റെ വഹിയാണ്,
ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അത് കുറേ വാറോലകളും അതേപോലെ തന്നെ പാളകിതാബുകളിലുള്ള ഉദ്ധരണികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 100-200 കൊല്ലം കഴിഞ്ഞതിന് ശേഷം തട്ടിക്കൂട്ട് സാധനങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഹദീസുകളിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഖുർആനാണോ അത് എന്നോട് പറഞ്ഞുള്ളത് സ്വീകരിക്കാം. ഹദീസുകളാണെങ്കിൽ എല്ലാം അങ്ങനെ സ്വീകരിക്കേണ്ടതില്ല, പറ്റുന്നതൊക്കെ സ്വീകരിക്കാം. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ച് നാടിനും നാട്ടുകാർക്കും കാരണവന്മാർക്കൊക്കെ യോജിക്കുന്നതൊക്കെ എടുക്കുന്ന ഒരു രീതി. സഹോദരന്മാരെ, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടതൊക്കെ തിരഞ്ഞെടുക്കും. അയാൾക്ക് വേണ്ടതും ആവശ്യമുള്ളതൊക്കെ അയാൾ തിരഞ്ഞെടുത്ത് അദ്ദേഹം അതിൽ നിന്നും പുറത്തിറങ്ങും എന്ന രീതിയിലാണ് ചില ആളുകൾ മതത്തിന്റെ പ്രമാണങ്ങളെ കണ്ടിട്ടുള്ളത്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ ദീൻ അത് പൂർണ്ണമായും സ്വീകരിക്കാനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി സൂറത്തുൽ ബഖറയിലെ 208-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, നിങ്ങൾ ദീനിലേക്ക് പൂർണ്ണമായി കൊണ്ട് പ്രവേശിക്കണം. ദീനിന്റെ പ്രമാണങ്ങളെ നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പറ്റിയത് എടുക്കുവാൻ പറ്റുകയില്ലെന്ന് തോന്നിയത് സാഹചര്യത്തിനും നാടിനും നാട്ടുകാർക്കും അതേപോലെ തന്നെ തൻ്റെ ബുദ്ധിയുടെ മൂശയിലിട്ട് അരച്ച് ചവച്ച് തനിക്ക് മനസ്സിലായാൽ മാത്രമേ, ലാബോറട്ടറികൾ കൊണ്ടുപോയി പരിശോധനയ്ക്ക് വിധേയമാക്കി നല്ലൊരു റിസൾട്ട് കിട്ടിയാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരണീയമല്ല. നിങ്ങൾ വിശ്വാസികളാണോ? യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ്. കാരണം എന്തേ സഹോദരന്മാരെ, ഈ പ്രമാണങ്ങളാണ്, ഈ വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണവുമാണ് ഒരു മനുഷ്യനെ ചൊവ്വായ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തുന്നത്. മനുഷ്യന് വിജയിക്കണം, ഇരുലോകത്തും വിജയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ നേരായ മാർഗത്തിലേക്ക് വിശുദ്ധ ഖുർആൻ വഴി നടത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നിട്ടുള്ള മാർഗമുണ്ടല്ലോ, അത് ഏറ്റവും ചൊവ്വായതാണ്, വളവില്ലാത്തതാണ്, വക്രതയില്ലാത്തതാണ്, അബദ്ധം പിണയൂല, കൃത്യമാണ്. വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ഈ വളവില്ലാത്ത, വക്രതയില്ലാത്ത ശരിയായിട്ടുള്ള മാർഗം, ഇരുലോകത്തും വിജയം വരിക്കാനുള്ള വഴികൾ അവർക്ക് തുറന്നു കിടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തൗറാത്തും ഇഞ്ചീലും അതേപോലെ തന്നെയുള്ള മറ്റുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം ഓരോ കാലഘട്ടത്തേക്കും ആയിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആൻ കാലാകാലമുള്ള ആളുകൾക്കുള്ളതാണ്. സർവ്വ ജനപദങ്ങളും ഭാഷ, ദേശ, അതേപോലെ തന്നെ വർണ്ണ വിവേചനമില്ലാതെ എല്ലാവരും സ്വീകരിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അധ്യാപനങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിനെ സംരക്ഷിക്കുന്നു. അള്ളാഹ് പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, നാമാണ് ഈ വിശുദ്ധ ഖുർആനെ ഇറക്കിയത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുന്നതാണ്. നോക്ക് നിങ്ങൾ, മുൻഗാമികളായ സമുദായം, തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും സബൂറിന്റെയും ആളുകൾ, ആ ഗ്രന്ഥങ്ങളുടെ സംരക്ഷണ ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത്, അതിലുള്ള പണ്ഡിതന്മാരെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏറ്റെടുത്തു ഖുർആനിന്റെ സംരക്ഷണം. 1400 വർഷങ്ങളായി വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല, ആർക്കും തിരുത്താൻ സാധിച്ചിട്ടില്ല. ലോകത്തുള്ള സർവ്വ ഖുർആനിന്റെ പതിപ്പുകളും ഒരാൾ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ഒരു ഭരണാധികാരി തീരുമാനിച്ചു സർവ്വ ഖുർആന്റെ പതിപ്പുകളും അത് കത്തിക്കണം, നഷ്ടപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അടുത്ത മൈക്രോ സെക്കൻഡിൽ കോടാനുകോടി മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് രണ്ടാമതും പ്രിന്റ് ചെയ്യുവാൻ സാധിക്കും, നശിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ ചില ആളുകൾ പറയുന്നു, ഇത് ഖുർആനിന് മാത്രമാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഖുർആൻ മാത്രമാണോ? അല്ല. ഖുർആനിന്റെ വിശദീകരണമായ ഹദീസിന്റെയും സംരക്ഷണം ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നു എന്ന് സലഫ് സ്വാലിഹുകളായ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ PN സൂചിപ്പിക്കുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ മാത്രമാണെങ്കിൽ ഹദീസുകൾ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലപാടെങ്കിൽ ഖുർആൻ കൊണ്ട് ജീവിതം സാധ്യമല്ല, വിശുദ്ധ ഖുർആൻ കൊണ്ട് ജീവിതം സാധ്യമല്ല. ഇവിടെ നമസ്കരിക്കണം, അതേപോലെ തന്നെ നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി, എങ്ങനെ നമസ്കരിക്കും? പണ്ഡിതന്മാർ പറയുകയുണ്ടായി, എങ്ങനെയാണ് ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നത്? ഈ അസുഖം കുറേ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, കുറേ മുമ്പ് തന്നെ ഇതുപോലെയുള്ള അസുഖമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ,
ഹസനുൽ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം താബിഈ വര്യനാണ്. അദ്ദേഹം പറയുകയാണ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരാൾ വന്നു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറയുകയുണ്ടായി, ഫഖാല റജുലുൻ മിനൽ ഖൗം ലാ തുഹദ്ദിസൂന ഇല്ലാ ബിൽ ഖുർആൻ. ഖുർആൻ അല്ലാത്ത ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഹദീസുകളെ വർത്താനൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഖുർആനിൽ എന്തോ ഉണ്ടോ ഇങ്ങോട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ ആ മഹാനായ പണ്ഡിതൻ ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ആ മനുഷ്യനെ സമൂഹത്തിൽ നിന്നും തൻ്റെ ആളുകളിൽ നിന്നും വിളിച്ചു, ഉദ്നു ഇടുവാന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അറൈത ലൗ ഉകിൽത അൻത വഅസ്ഹാബുക ഇലൽ ഖുർആൻ അകുൻത തജിദു ഫീ സ്വലാത്തുൽ ളുഹർ അർബഅൻ. നീ ഖുർആൻ മാത്രമാണ്, നീയും നിന്റെ ആളുകളും ഖുർആൻ മാത്രമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ ളുഹർ നമസ്കാരം 4 ആണ്, അസ്ർ നമസ്കാരം 4 റക്അത്താണ്, മഗ്രിബ് നമസ്കാരം 3 റക്അത്താണ്. എന്നിട്ട് ഈ നമസ്കാരങ്ങളിൽ ചിലത് പതുക്കെ ഓതണം, ചിലത് ഉറക്കെ ഓതണം. നമസ്കാരത്തിൽ ചൊല്ലിപ്പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഹജ്ജും ഉംറയും, അതിൽ എത്രയാണ് തവാഫിന്റെ എണ്ണം, അത് എങ്ങനെയാണ്, ഏതിലാണ് തവാഫ് ചെയ്യേണ്ടത്, എപ്രകാരമാണ് എന്ന് നിനക്ക് ആരാണോ പറഞ്ഞു തരുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പോൾ സഹോദരന്മാരെ, മുൻകാലത്ത് തന്നെ ഈ അസുഖം ഉണ്ടായിട്ടുണ്ട്. ഖുർആൻ മാത്രം പറഞ്ഞാൽ മതി, ഹദീസ് വേണ്ട എന്നുള്ളത് പണ്ഡിതന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സക്കാത്ത് കൊടുക്കണം. എത്രക്ക് സക്കാത്ത് കൊടുക്കണം? 1000 രൂപ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണോ? ആർക്കൊക്കെ സക്കാത്ത് കൊടുക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോൾ സക്കാത്ത് കൊടുക്കണം? ഒരുപാട് ഉദാഹരണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഹദീസ് നിർബന്ധമാണ് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. റസൂലേ, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആൻ അത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത പ്രവാചകരെ നിങ്ങൾക്കുണ്ട്. ആ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നു. അതാണ് ഹദീസുകൾ എന്ന് നമ്മൾ പേര് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാമോ സഹോദരന്മാരെ, സൂറത്ത് അൻആമിന്റെ 82-ാമത്തെ ആയത്ത്, സൂറത്ത് അൻആമിന്റെ 82-ാമത്തെ ആയത്ത്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുഅ്മിനീങ്ങളായ ആളുകൾ, അവരുടെ ഈമാനിൽ അക്രമം കലർത്താത്ത ആളുകൾ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് ഹിദായത്ത് സിദ്ധിച്ചത്. മുഅ്മിനീങ്ങളായ ആളുകൾ, വിശ്വാസമുണ്ട്, അവരുടെ ഈമാനിൽ അക്രമം കലർത്താത്ത ആളുകൾ, അവർക്ക് ഹിദായത്തുണ്ട്, അതേപോലെ തന്നെ അവർക്കാണ് നിർഭയത്വമുള്ളത് എന്ന ആയത്തിറങ്ങി. സൂറത്തു ആലി ഇമ്രാനിന്റെ 82-ാമത്തെ ആയത്ത്. സഹാബത്ത് പേടിച്ചു. റസൂലുള്ളാഹിയുടെ അടുക്കൽ വരുന്നു, പൊന്നാര പ്രവാചകരെ, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് അക്രമം ചെയ്യാത്തവർ? കളവ് പറയൽ അക്രമമാണ്, അതേപോലെ തന്നെ ഒരാളെ കളിയാക്കൽ അക്രമമാണ്. ക്രമമില്ലാത്തതെല്ലാം ക്രമം എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാം മാത്രമാണ് ക്രമം. സ്വാഭാവികമായും ചെറിയ തെറ്റുകളൊക്കെ വരുമല്ലോ. അതുകൊണ്ട് ഈമാനുള്ള ആളുകളാണ് ഞങ്ങൾ, ജീവിതത്തിൽ തെറ്റുവന്നു പോകും, അതുകൊണ്ട് ഞങ്ങൾ ശിർക്കിന്റെ ആളുകളായി പോകുമെന്നാണോ? പ്രവാചകരെ, ഞങ്ങൾ ഈമാൻ തെറ്റിപ്പോകുമെന്നാണോ? ഞങ്ങൾക്ക് നിർഭയത്വം നഷ്ടപ്പെടുമെന്നാണോ? ഞങ്ങൾ ഹിദായത്ത് കിട്ടാത്ത ദലാലത്തിന്റെ ആളുകളാകുമെന്നാണോ ഈ പറയുന്നത് എന്ന് പേടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഹാബത്ത് വരുന്നു. ഈ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളായിക്കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായിക്കൊണ്ട് പഠിപ്പിക്കുന്നു, സഹാബ, അതല്ല അക്രമം കൊണ്ട് ഉദ്ദേശിച്ചത്. അക്രമം കൊണ്ട് ഉദ്ദേശിച്ചത് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുവല്ലോ, ഇന്ന ശിർക ലദുൽമുൻ അളീം. റസൂൽ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. വേറൊരു ആയത്ത് ഓതിക്കൊണ്ട് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ, ഏറ്റവും വലിയ അക്രമം അത് ശിർക്കാണ്. ആ ശിർക്കാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചെറിയ തെറ്റുകളെ കുറിച്ചെല്ലാം പേടിക്കേണ്ടതില്ല സഹാബ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്തിനെ ഹദീസ് കൊണ്ട് വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പൊ ഹദീസ് ഇല്ലെങ്കിലോ നമ്മൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഏറ്റവും വലിയ അക്രമം എന്നത് ശിർക്കാണ്. ഒരു മനുഷ്യന്റെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായതേട്ടങ്ങളും ആവലാദികളും വേവലാദികളും എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അള്ളാഹുവിലേക്ക് ഉയരേണ്ട കരങ്ങൾ, അള്ളാഹുവിലേക്ക് ഉയരേണ്ട കൽബുകൾ അമ്പിയാക്കന്മാരിലേക്കും ഔലിയാക്കന്മാരിലേക്കും അതേപോലെ തന്നെ ഖബറുകളിലേക്കും ജാറങ്ങളിലേക്കും മഖബറുകളിലേക്കും പുണ്യാത്മാക്കളിലേക്കും പുണ്യപുരുഷന്മാരിലേക്കും ഉയരുക എന്നുള്ളത് അല്ലേ ഏറ്റവും വലിയ ശിർക്കാണ്. വ്യഭിചാരത്തേക്കാൾ, കൊലപാതകത്തേക്കാൾ, പലിശയേക്കാൾ ഏറ്റവും വലിയ, ആകാശത്തിന് താഴെയുള്ള ഏറ്റവും വലിയ തെറ്റ് അത് ശിർക്കാണ്. അതാണ് ഏറ്റവും വലിയ അക്രമം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ അക്രമത്തിലേക്ക് ആളുകളെ, ഈ ശിർക്കിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട
ഈ ആരാധനയുടെ ഗണത്തിൽ വരുന്ന കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരേണ്ട കരങ്ങളെ സൃഷ്ടികളിലേക്ക് ഉയർത്താനാണ് ഇവിടെ മുഖാമുഖങ്ങൾ കഴിഞ്ഞു, പരിപാടികൾ കഴിഞ്ഞു. യാഥാസ്ഥിക വിഭാഗത്തിന്റെ എന്തിലേക്കാണ് അവർ ക്ഷണിച്ചത്? സലഫികളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അമ്പിയ ഔലിയാക്കന്മാരുടെ മാർഗം അമ്പിയ ഔലിയാക്കന്മാർ പഠിപ്പിച്ച പോലെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് സലഫുകളായ ആളുകൾ, സലഫ് സ്വാലികളായ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കുന്നു, ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, വാറോലകൾ കൊണ്ടുവരുന്നു, ഇല്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്, സഹോദരന്മാരെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്, ഹദീസുകളും വഹിയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം അത് വഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമേ സംസാരിക്കുകയുള്ളൂ. വമാ യൻതിഖു അനിൽ ഹവ, ഇവിടെ ആയത്തോതിയല്ലോ അല്ലേ? സൂറത്തിന്റെ ജീവിതം 3 ആയത്തുകൾ, 3-4 ആയത്തുകൾ. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അത് തെറ്റുന്ന പ്രശ്നമില്ല, കാരണം അത് പറയുന്നത് അള്ളയാണ്, അല്ലേ? നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന ബശർ, ഞാനൊരു മനുഷ്യനാണ്. ദുനിയാവ് പറയും, റസൂലുള്ളാഹി ആലോചിച്ചും ചിന്തിച്ചും നമ്മളൊക്കെ ദുനിയാവിന്റെ കാര്യങ്ങൾ പറയില്ലേ, അതുപോലെ പറയും, തെറ്റുകൾ വന്നിട്ടുമുണ്ട്. പക്ഷെ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ തെറ്റൂല. ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തെറ്റുന്ന പ്രശ്നമില്ല, കാരണം അത് വഹിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഹസ്സാൻ ഇബ്നു അത്തിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഹദീസ് ഉദ്ധരിക്കുന്നു, قال كان جبريل عليه الصلاة والسلام ينزل على النبي صلى الله عليه وسلم بالسنة كما ينزل عليه بالقرآن. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ജിബ്രീൽ വരാറുണ്ട്. ഏതുപോലെ കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ, ജിബ്രീൽ ഖുർആൻ അവതരിപ്പിക്കാൻ, ഓതി കൊടുക്കാൻ വേണ്ടി, പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരുന്ന പോലെ, വഹി കൊടുക്കാൻ വേണ്ടി വരുന്ന പോലെ ഹദീസുകളും വന്ന് വഹിയായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന്റെ എമ്പാടും ആയത്തുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു അയച്ചു തന്നിട്ട് എന്തിനാണത്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ വന്നിട്ട് എന്താ ചെയ്യുന്നത്? പ്രവാചകൻ വന്നിട്ട് അവർക്ക് ആയത്തുകൾ ഓതി കൊടുക്കുകയാണ്. ഏതിന്റെ ആയത്തുകൾ? വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുകയാണ്. വയുഅല്ലിമുഹുൽ കിതാബ, വീണ്ടും ആവർത്തിക്കുന്നു, ഖുർആൻ അവരെ പഠിപ്പിക്കുന്നു. വൽ ഹിക്മത, ഹിക്മത്തും പഠിപ്പിക്കുന്നു. ഏതാണ് ആ ഹിക്മത്ത്? എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് വഹി കൊടുത്തു എന്ന് പറയുന്ന സുന്നത്തുകളാണ് ആ ഹിക്മത്ത്. ആര് പറഞ്ഞു? മുഫസ്സിറുകൾ പറഞ്ഞു. ഏത് മുഫസ്സിറുകൾ? ധാരാളക്കണക്കിന് മുഫസ്സിറുകൾ. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ധാരാളക്കണക്കിന് മുഫസ്സിറുകൾ പറയുകയാണ്, ഖുർആനും ഹദീസും ജാഹിലിയ കാട്ടറബികളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായിട്ടാണ് ചെന്നത്. അവർക്ക് മാറ്റമുണ്ടായി. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന് പറയുന്നതിലേക്ക്, നിങ്ങളാണ് ഉത്തമ സമുദായം എന്ന് പറയുന്നതിലേക്ക് അവർ സംസ്കാരത്തിന്റെ ഒരു പൊൻകിരണം പോലും ഇല്ലാത്ത ആളുകൾ സംസ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവങ്ങളായി മാറിയതിന്റെ പിന്നിൽ ഈ ഖുർആനും സുന്നത്തുമായിരുന്നു. ഖുർആൻ മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടനേകം നിയമങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. ഒട്ടനേകം നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിശുദ്ധ ഖുർആനിനെ പോലെ തന്നെ ഹദീസുകളെ നമ്മൾ പ്രമാണമായി മനസ്സിലാക്കണം. അത് ഹദീസല്ലേ, ഖുർആനല്ലല്ലോ. ഖുർആനാണെങ്കിൽ നിങ്ങൾ പറയൂ എന്ന് പറയുന്ന നിലപാടുണ്ടോ? വേണ്ട, മനസ്സില്ലാ നിലപാടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പ്രയാസമുണ്ട്, കൊണ്ടു നടക്കാൻ പ്രയാസമുണ്ട്, നമ്മുടെ ഹൃദയത്തിലേക്ക് തുന്നിച്ചേർക്കാൻ പ്രയാസമുണ്ട്. കാലഘട്ടത്തിന് പറ്റുമോ താടി വെക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഇപ്പൊ താടി വെക്കുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹിന്റെ ഒരുപാട് ഹദീസ് ഉണ്ടെന്ന് പറയുന്നു.
താടി, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ആളുകൾ നിസ്സാരവൽക്കരിക്കുന്നു. എന്താണ് ഒരു കൂസൻ താടിയും വെച്ച് നടക്കുന്നത്? ഹദീസിലുള്ളതാണ് സുഹൃത്തെ. എന്ത് ഹദീസ്? ഖുർആനിലുണ്ടോ? എന്ത് ഹദീസ്? ആളുകൾ സംസാരിക്കുകയാണ്. ആര് പറയും? 5 വക്ത് നിസ്കരിക്കുന്ന ആളുകൾ. എന്റെ പ്രിയമുള്ള സഹോദരന്മാർ, അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളെയാണ്, ഹദീസുകളെയാണ് ഇവിടെ നിസ്സാരവൽക്കരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദശക്കണക്കിന് ഹദീസുകളിലൂടെ പഠിപ്പിച്ചു. താടി വെക്കണേ, വഅഫുല്ലിഹാ വത്റുക്കുല്ലിഹാ എന്ന് പഠിപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിടത്തെല്ലാം, സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞിടത്തെല്ലാം താടി വെച്ചിരുന്നു എന്ന് പഠിപ്പിക്കുന്നു. 24 മണിക്കൂറും കൂലി കിട്ടുന്ന കാര്യം. ഒരാൾ മലമൂത്ര വിസർജനത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും താടിയുടെ സുന്നത്തിന് കൂലി കിട്ടുകയാണ്. ഉറങ്ങുന്ന സമയത്ത് പോലും താടിയുടെ സുന്നത്തിന് കൂലി കിട്ടുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. നിസ്സാരവൽക്കരിക്കുന്നു. എന്താണ് ഒരു കൂസൻ താടിയും വെച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ? ഒന്ന് പഠിച്ച് ക്ലിയറാക്കി നടന്നൂടെ? അതല്ലേ ഭംഗി. അള്ളാനെ ദീൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി ദീൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും. നിങ്ങൾക്കുള്ള ദീന്, നിങ്ങൾക്കുള്ള പ്രമാണം അള്ളാനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അള്ളാനെ അങ്ങോട്ട് ദീൻ പഠിപ്പിക്കുന്ന ആൾക്കാർ, സഹോദരന്മാരെ, ഈമാൻ പാളിപ്പോകും, ഈമാൻ ബാത്തിലായി പോകും. നമ്മുടെ നമസ്കാരവും നമ്മുടെ അമലുകളും നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പഠിപ്പിച്ച രീതിയിലായിട്ടില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കുന്ന രീതിയിലാണെങ്കിൽ ഈമാൻ ബാത്തിലായി പോകും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്റെ പ്രവാചകനെ, ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്റെ പ്രവാചകനെ, അഷ്റഫുൽ ഖൽഖിനെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. മുത്തു ഹബീബ് കൊണ്ടുവന്നതെല്ലാം ദീനാണ്. എനിക്കിതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഹദീസുകൾ സ്വഹീഹാണോ ഞാൻ എടുക്കുന്നവനാണ്. അതാണ് പറയുന്നത്. അതാണ് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രഖ്യാപിക്കട്ടെ മുസ്ലിം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ. തീർന്നിട്ടില്ല. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. എന്റെ പ്രവാചകനാണ് എന്റെ മുത്തുനബി. ആ പ്രവാചകൻ കൊണ്ടുവന്നതെല്ലാം എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു പറയുകയുണ്ടായി, ഫൽയഹ്ദറില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. അല്ലാഹുവിന്റെ നിയമങ്ങളാകട്ടെ, റസൂലുള്ളാഹിന്റെ നിയമങ്ങളാകട്ടെ, ആ റസൂലുള്ളാഹിന്റെ നിയമങ്ങൾക്കെതിരെ ആരെങ്കിലും എതിര് നിൽക്കുന്നുണ്ടെങ്കിൽ അൻ തുസീബഹും ഫിത്ന, അവർ കുഴപ്പത്തിലാകുമെന്നുള്ളത് കട്ടായമാണ്. സംശയിക്കേണ്ട ആവശ്യമില്ല. അവർ കുഴപ്പത്തിലാകും. അവരുടെ കാര്യം വലിയ അപകടത്തിലാണ്. അവർ ശിർക്കിൽ ചെന്ന് പെടും എന്ന് പണ്ഡിതന്മാർ ഈ ആയത്ത് കൊണ്ട് വിശദീകരിച്ചു. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവർക്ക് വരാനുണ്ട്. അല്ലേ? ഇവിടെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. മുജാഹിദുകളായ ആളുകൾ ജിന്നിനെ വിളിക്കുന്നവരാണ്, അതേപോലെ തന്നെ ശൈത്താനെ വിളിക്കുന്നവരാണ് എന്ന് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അവർ ഖുർആനിനെയും ആയത്തുകളെയും ദുർവ്യാഖ്യാനിച്ച് അവർ തന്നെ ശിർക്കിലെത്തുന്നു, കാര്യകാരണ ബന്ധത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ട്. അല്ലേ? അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ, പച്ചയായ സ്വച്ഛമായ ഹദീസുകൾ ഉണ്ടായിട്ട് അതിനെതിരെ പോകുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ, അവർ ശിർക്കിൽ അകപ്പെട്ടു പോകും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണോ നിസ്സാരവൽക്കരിക്കണ്ട. പെണ്ണിന്റെ ഹിജാബ് അത് ചില മാപ്പിളമാർക്ക് തന്നെ ദഹിച്ചിട്ടില്ല. പെണ്ണിന്റെ ഹിജാബ്, പെണ്ണിന്റെ തട്ടം എന്നുള്ളത് അവരുടെ തലമറക്കാൻ മാത്രമുള്ളതല്ല സഹോദരിമാരെ, മാറുമറക്കാൻ കൂടിയുള്ളതാണ്. തട്ടം എഴുതി വെച്ചോ നിങ്ങൾ. തട്ടം എന്തിനാ? തലമറക്കാനും മാറുമറക്കാനും കൂടിയുള്ളതാണ്. അവരുടെ മുഖമുക്കനകൾ മാറിടങ്ങളിലേക്ക് താഴ്ന്നു പോകട്ടെ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഹദീസല്ലേ എന്ന് പറയുന്ന ആളുകൾ, ഹദീസ് പറഞ്ഞാലും ആയത്ത് പറഞ്ഞാലും എവിടെ പറഞ്ഞാലും റസൂലുള്ള പറഞ്ഞതാണോ അള്ളാഹ് പറഞ്ഞതാണോ ദീനാൻ, മാറിടങ്ങളിലേക്ക് താഴ്ന്നു പോകട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, റസൂലുള്ള പഠിപ്പിക്കുന്നു. നിസ്സാരമാക്കല്ലേ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിസ്സാരമാക്കല്ലേ സഹോദരിമാരെ. വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ ആരാണവർ? അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ്. റളിയല്ലാഹു അൻഹു വറളു അൻഹു. അല്ലേ? നമ്മുടെ നേതാക്കന്മാരാണ്. സ്വർഗത്തിലേക്ക് നമ്മെ മുമ്പേ പോയ മഹാന്മാരായ പല സഹാബികളെയും നമുക്കറിയാം. അല്ലേ? അവരുടെ നിലപാട് എന്തായിരുന്നു? അവരുടെ നിലപാട് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസാണ് എന്ന് മനസ്സിലാക്കിയാൽ, റസൂലുള്ളാഹിന്റെ ഒരു അധ്യാപനമാണ്, മുത്തുനബി പഠിപ്പിച്ചതാണ് മനസ്സിലാക്കിയാൽ അവർക്ക് രണ്ട് നിലപാടില്ല. നിങ്ങൾക്കറിയാമോ സഹോദരന്മാരെ, ഉഖബത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞു, സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് ഭാര്യയുടെ കൂടെ. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, ഉഖബ, നിനക്കും നിന്റെ ഭാര്യക്കും ഞാൻ മുല തന്നിട്ടുണ്ട്, അഥവാ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിമാരാണ് നീയും നിന്റെ ഭാര്യയും. എന്താ പറഞ്ഞ്? നിനക്കും നിന്റെ ഭാര്യക്കും ഞാൻ മുലപ്പാല് തന്നിട്ടുണ്ട്, അതുകൊണ്ട് കല്യാണം ശരിയാവൂല. ഒരു കല്യാണം കഴിഞ്ഞ് ജീവിക്കാണ്.
ഈ സമയത്ത് ഇദ്ദേഹം ഭയന്നുപോയി. കാരണം അള്ളാന്റെ റസൂലിന്റെ നിയമമുണ്ട്, ദീനിന്റെ നിയമമുണ്ട്. അദ്ദേഹം മക്കത്താനുള്ളത്. മദീനയിലേക്ക് വണ്ടി കയറി അല്ലേ? എത്ര സമയം ഞാൻ എടുത്തു മദീനയിലേക്ക് വണ്ടി കയറി എന്ന് പറയാൻ? 3-4 സെക്കൻഡ് അല്ലേ? മദീനയിലേക്ക് വണ്ടി കയറി കഴിഞ്ഞു. പക്ഷേ ഏത് കാലത്ത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിലേക്ക് അല്ലേ? ദുർഘടമായ വഴികൾ താണ്ടി 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 മക്കയിൽ നിന്നും ഒരു സഹാബി അല്ലേ മദീനയിലേക്ക് 450 കിലോമീറ്റർ യാത്ര പോവുകയാണ്. വിമാനമില്ല, അതേപോലെ തന്നെ മറ്റുള്ള വാഹന സൗകര്യങ്ങളില്ല. നമുക്ക് പറയാൻ എളുപ്പമാണ് അല്ലേ? ഹദീസ് നിഷേധികളായ ആളുകൾ നമ്മൾ പറയുന്നു, ഇമാം ബുഖാരിയുടെ മഹത്വം പറയുന്നു, 14,000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിസ്സാരവൽക്കരിക്കുന്നു. ഏത് കാലഘട്ടത്താണത്? നമുക്കത് പറയാൻ 2-3 സെക്കൻഡുകൾ മതി അല്ലേ? അദ്ദേഹം മദീനയിലേക്ക് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹിയോട് സംസാരിച്ച് പ്രവാചകരെ ഇങ്ങനെയൊക്കെ ഉണ്ടായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതേ നിയമമതാണ് ഉഖബ, ഭാര്യയുമായി തൊലാക്കാവണം. ദീന് പറഞ്ഞോ? റസൂലേ നല്ലക്ക് ജീവിക്കല്ലേ? ഏതായാലും റസൂല് പറഞ്ഞോ, ഇതിൽ കല്യാണമൊക്കെ കഴിച്ചില്ലേ, നിക്കാഹ് നടന്നില്ലേ, ഞങ്ങൾ പോട്ടെ. ആണോ? ഭാര്യയുമായി തൊലാക്കാകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹാബ അള്ളാന്റെ റസൂലിന്റെ ഹദീസുകൾ പറയുമ്പോൾ, പ്രമാണങ്ങൾ പറയുമ്പോൾ അവരുടെ നിലപാടാണ് പ്രിയമുള്ളവരെ. അവരുടെ നിലപാടാണത്. ഇതിനെയാണ് നമ്മൾ തട്ടിത്തെറിപ്പിക്കുന്നത്. ആരുടെ നിലപാടാ ശരി സഹോദരന്മാരെ? അവരെയാണ് അല്ലാഹു തൃപ്തിപ്പെട്ടത്. അവരാണ് സിദ്ദീഖുകൾ ഉണ്ടായത്, അവരിലാണ് സ്വാലിഹ്യങ്ങൾ ഉള്ളത്, അവരിലാണ് ശുഹദാക്കൾ ഉള്ളത്. ദീനിനു വേണ്ടി സർവസ്വം ത്യജിക്കാൻ അവർ തയ്യാറായത് ഈ പ്രമാണങ്ങൾ തലീക്കാണ്ട് കയറിയപ്പോഴാണ് അല്ലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിന്റെ പ്രമാണം അനുസരിച്ച് ഒരാൾക്ക് ഈ പള്ളിയിലെല്ലാം നിസ്കരിക്കുന്ന സമയത്ത് ചെരുപ്പിട്ട് നിസ്കരിക്കാം. ചെരുപ്പിൽ മാലിന്യണ്ടായാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് അയച്ചു വെച്ചു. നിസ്കരിക്കുന്ന സമയത്ത് തന്നെ സഹാബത്തൊക്കെ ചെരുപ്പിട്ട് നിസ്കരിക്കുകയാണ്. റസൂൽ അയച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അയച്ചു വെച്ചു. സഹാബത്ത് റസൂൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചെരുപ്പ് അയച്ചു വെച്ചു? റസൂൽ നിങ്ങൾ അയച്ചു വെച്ചു? ഞാൻ ജിബ്രീൽ എനിക്ക് വഹിയായിട്ട് വന്നു. എൻ്റെ ചെരുപ്പിൽ മാലിന്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അയച്ചു വെച്ചത്. സഹാബത്തിന് പറയുന്നത് റസൂൽ നിങ്ങൾ അയച്ചപ്പോൾ ഞാൻ അയച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തോ, അവർക്ക് പിന്നെ വേറെ അഭിപ്രായ വ്യത്യാസമില്ല. സഹോദരന്മാരെ, ഇതാണ് പ്രിയപ്പെട്ട സഹാബയുടെ, പ്രിയപ്പെട്ട മുൻഗാമികളുടെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണത്തിന്റെ മോതിരം ധരിച്ചു. സഹാബത്തൊക്കെ സ്വർണത്തിന്റെ മോതിരം ധരിച്ചു. അഥവാ സ്വർണത്തിന്റെ മോതിരം, സ്വർണം ആണുങ്ങൾക്ക് നിർബന്ധമാകുന്നതിന് മുമ്പ്, എന്നിട്ട് അത് ഹറാമാണ് എന്ന് വിധി എന്നപ്പോൾ റസൂൽ എടുത്ത് വലിച്ചെറിഞ്ഞു. എല്ലാവരും എടുത്ത് വലിച്ചെറിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എങ്ങനെയാണ് സ്വഹീഹ ഹദീസുകളുടെ നിലപാടെടുക്കേണ്ടത് എന്ന് സഹാബത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒട്ടനേകം ഉദാഹരണങ്ങൾ നമ്മുടെ നേതാക്കന്മാരുടേത്, നമ്മുടെ സഹാബത്തിന്റെ ഒട്ടനേകം ഉദാഹരണങ്ങൾ. എൻ്റെ പ്രിയമുള്ളവരെ, ഹദീസുകളെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന അല്ലെങ്കിൽ പുച്ഛത്തോടുകൂടി പറയുന്നവരല്ല, മനസ്സിൽ വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടോ? വിശ്വാസം ശരിയാക്കണം, കർമ്മങ്ങൾ പാളിപ്പോകാതിരിക്കാൻ, മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗം കരസ്ഥമാക്കുവാൻ ഈ പ്രമാണങ്ങളിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിൻ്റെ താല്പര്യം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ഞാൻ പറഞ്ഞു, ചില ആളുകൾ ഈ ഹദീസുകളെ തള്ളാൻ പല കാരണങ്ങൾ പറയുന്നു. അത് ഒന്ന്, ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അങ്ങോട്ട് പറയുന്നേ, ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അതേപോലെ തന്നെ ഖുർആനിനെതിരാണ്. ഈ കാലഘട്ടത്തിന് പറ്റുമോ? ചില ആളുകൾ പറയുന്നു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം 100 അതേപോലെ തന്നെ 150 വർഷം കഴിഞ്ഞതിന് ശേഷം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതല്ലേ എന്ന് പറയുന്നു. ചില ആളുകൾ പറയുന്നു ഹദീസുകളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ പറയുകയാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറയുന്നു. ആരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല? നമ്മുടെ കേവല ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിൽ നിന്നും പഠിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ മഹത്തായിട്ടുള്ള പ്രമാണങ്ങൾ, ആശയങ്ങൾ, അധ്യാപനങ്ങൾ എൻ്റെ നിസ്സാരമായ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞു തള്ളുന്നു. എന്നാൽ മുഅ്മിനിന്റെ നിലപാട് എന്താണെന്ന് അറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി തരികയാണ്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വ അതഅനാ വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. റസൂലേ, നിങ്ങൾ അവരോട് പറയണേ, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, ഒരു മുഅ്മിനിന്റെ പ്രഖ്യാപനം എന്താണെന്നറിയാമോ? ഒരു മുഅ്മിന്റെ ഉദ്ഘോഷം എന്താണെന്നറിയാമോ? ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പടച്ചോൻ പറയുന്നു, റസൂലുള്ള പറയുന്നു, ദീനിന്റെ പ്രമാണങ്ങൾ ഇതാണെന്ന് പറയപ്പെട്ടാൽ അവരിതാ പറയുന്നു, ലിയഹ്കുമ ബൈനഹും, അവരുടെ കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കാൻ വേണ്ടി, ദീനിന്റെ നിയമങ്ങളാണ്, നിർദ്ദേശങ്ങളാണെന്ന് പറയുമ്പോൾ അവർ പറയുകയാണ്, അയ്യഖൂലൂ
സമിഅ്നാ വഅതഅനാ, റസൂലേ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വേറെ വർത്താനല്ല, ഞങ്ങൾക്ക് അതിൽ വേറെ നിലപാടുകളില്ല. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം വരിച്ച ആളുകൾ. അല്ല പറഞ്ഞതാണോ, റസൂലുള്ള പറഞ്ഞതാണോ? അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഇവിടെ വിശുദ്ധ ഖുർആൻ, ഈ പറയുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിലെല്ലാം ബുദ്ധിക്ക് യോജിക്കും, അങ്ങനെയാണോ? നിരീശ്വരവാദികളായ ആളുകൾ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ധാരാളക്കണക്കിന് ആയത്തുകൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ മറുപടി സഹോദരന്മാരെ? ഞാൻ ചോദിക്കട്ടെ, ഇസ്രാ മിഅ്റാജ് ഖുർആൻ പറഞ്ഞതാണല്ലോ. മിഅ്റാജ് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. ശരി, മിഅ്റാജ് മാറ്റിച്ചോ. ഇസ്രാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തെ മണ്ണിൽ നിന്നും, മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് പോയി. ബുദ്ധിക്ക് യോജിക്കുമോ? രാത്രിയുടെ ഒരു ചെറിയ സമയം കൊണ്ട് ബുദ്ധിക്ക് യോജിക്കുമോ സഹോദരന്മാരെ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനനം ഒരു പുരുഷന്റെ ബീജമില്ലാതെ ഏത് സയൻസാണ് തെളിയിച്ചു തരിക? ബുദ്ധിക്ക് യോജിക്കുമോ? പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ മൊത്തെടുത്തോ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിൽ അടിക്കുകയാണ്, കടലിൽ പിളരുന്നു, ബുദ്ധിക്ക് യോജിക്കുമോ? ലോകാവസാനം വരുമ്പോ ഒരു ദാബത്തിൽ ഇരുന്ന് സംസാരിക്കുന്നു. ഒരു ജീവി വന്ന് മനുഷ്യന്മാരോട് സംസാരിക്കുകയാണ്, വേദന പറയുകയാണ്, മനുഷ്യന്മാർ വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊരു ജീവി സംസാരിക്കുന്നു. ബുദ്ധിക്ക് യോജിക്കുമോ? ഇങ്ങനെ സഹോദരന്മാർ ഒട്ടനേകം ആളുകൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തീ അത് തണുപ്പായി, ബുദ്ധിക്ക് യോജിക്കുമോ? ഇങ്ങനെ ഒട്ടനേകം നൂറുകണക്കിന് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തു ചോദിച്ചാലോ? എന്നാൽ മുഅ്മിനിന്റെ ബുദ്ധിക്ക് യോജിക്കും, എന്ന് പറയുന്ന ഭാഗ്യം ചെയ്ത മുഅ്മിനിന്റെ ബുദ്ധിക്ക് അത് യോജിക്കും. ആ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കേൾക്കുന്നവരെ ആകുക എന്നുള്ള ബാധ്യത നമുക്കുണ്ട്. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, ചില ആളുകൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം തട്ടിക്കൂട്ട് പരിപാടികളല്ലേ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ. 100-200 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആര് പറഞ്ഞു സഹോദരന്മാരെ? ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ, ഇസ്ലാമിനെ പൊളിക്കാൻ ആദ്യമായി എന്താ ചെയ്യുന്നത്? ഖുർആനിൽ പൊട്ടത്തരുണ്ട് എന്ന് പറയലല്ല, ഹദീസുകളുടെ നേരെ വരുന്നു, ഹമലത്തുൽ ഹദീസിന്റെ നേരെ വരുന്നു, ഹദീസുകളുടെ റാവിമാരുടെ പിന്നാലെ വരുന്നു. അല്ലേ? ചാകന്നൂർ മൗലവിക്ക് അതാ സംഭവിച്ചത്, CNN അതാ സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഹദീസ് നിഷേധികൾക്ക് സംഭവിച്ചതാ. ഖുർആനിൽ തെറ്റുണ്ടെന്ന് പറയില്ല, അത് തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ മൈലേജ് കിട്ടൂല, ക്ലിക്കാവൂല. ആരും പോടും, എന്താ ഈ പറയുന്നത്? ഖുർആനിൽ തെറ്റ്. ഹദീസുകൾ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന റാവിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റും, ഫിതന ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? അങ്ങനെ അതുകൊണ്ടാണ് ഹദീസുകളുടെ പിന്നാലെ വരുന്നത്. അതിൽ പറയുന്നൊരു വാദമാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഹദീസ് എഴുതി രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറയട്ടെ, സഹാബത്ത് ഹദീസ് എഴുതി രേഖപ്പെടുത്തിയിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈസ അഹദും മിന അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറ ഹദീസൻ റസൂലില്ലാഹി മിന്നി ഇല്ലാ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ഫഇന്നഹു യക്തുബു വകുൻതു ലാ അക്തുബു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നേക്കാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ കിട്ടിയിട്ടുള്ള ഒരാളുമില്ല, ഒരാളൊഴികെ. ആരാണത്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം, ഞാൻ റസൂലുള്ളാഹിയിൽ നിന്നും ധാരാളം ഹദീസുകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ എഴുതി വെക്കാറില്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എഴുതി വെക്കാറുണ്ടായിരുന്നു, അദ്ദേഹം എഴുതി വെക്കാറുണ്ടായിരുന്നു. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അല്ല, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, അദ്ദേഹം പറയുകയാണ്, കുൻതു അക്തുബു കുല്ല ഷൈഇൻ അസ്മഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൽ നിന്ന് കേൾക്കുന്നതൊക്കെ മതമാണോ ഞാൻ എഴുതി വെക്കും, ഇത് എങ്ങനെ വെക്കും. അങ്ങനെ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഇലാ അൻ ഖാല, എത്രത്തോളം റസൂലുള്ളാഹി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്തുബ് ഫവല്ലദീ നഫ്സി ബിയദിഹി മാ ഖറജ മിന്നി ഇല്ലൽ ഹഖ്. മുത്തനബി പഠിപ്പിക്കുകയാണ്, അംർ ഇബ്നുൽ ആസയെ എഴുതി വെച്ചോ, എന്നിൽ നിന്നും മതമായിട്ട് ഹക്ക് മാത്രമേ വരൂ, ഞാൻ ഹക്ക് മാത്രമേ സംസാരിക്കുള്ളൂ, എഴുതി വെച്ചോ. പിന്നെ എന്താ റസൂലുള്ളാഹി എഴുതി വെക്കരുതെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് വിശുദ്ധ ഖുർആൻ എഴുതി വെക്കുന്നതിന്റെ കൂടെ പരസ്പരം കൂടിക്കലരുന്ന രീതിയിൽ എഴുതി വെക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കറിയാമോ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഹദീസിന്റെ ഏടുണ്ടായിരുന്നു, ഫറായിലും സ്വതക്കയും പറയുന്നത്. അതേപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഹദീസിന്റെ ഏടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആ ഏടിന്റെ പേര് സ്വഹീഫത്തി സാദിഖ എന്നായിരുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു സഹാബി എഴുതി വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, അവർ എഴുതി വെക്കുന്നതിനേക്കാൾ കൂർമ്മ ബുദ്ധിയുള്ള ആളുകളായിരുന്നു. അറബികളുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക, ഹിഫ്ളിന്റെ വിഷയത്തിൽ അഗ്രഗണ്യന്മാരായിരുന്നു അവർക്ക് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ചില സഹാബികളൊക്കെ എഴുതി വെച്ച തന്നെ കാണാപ്പാടം പഠിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അത് കീറിയിടുന്ന,
നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ ഹദീസ് ശാസ്ത്രവും അതിന്റെ ചരിത്രവും നിങ്ങൾ പരിശോധിച്ചു. സഹാബികളും താബികളും എഴുതി വെച്ചിട്ട് അത് അവർ കത്തിച്ചു കളയും. കാരണം അവർ മനസ്സിലായി കഴിഞ്ഞു, അവരുടെ മനസ്സിലേക്ക് അവർ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞു. അത്രയ്ക്ക് കപ്പാസിറ്റി ആയിരുന്നു അറബികൾക്ക്. അപ്പോൾ എല്ലാവരും മനസ്സിൽ കുറിച്ചിട്ടുണ്ട്, അവരതിനങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനെ ബുദ്ധി കൊണ്ട് അളക്കുന്ന ആളുകൾ അത് ദീനെ തകർക്കാനേ ഉപകരിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ, ബനൂ ഇസ്രായേലിന്റെ കൂട്ടത്തിൽ സാമിരി പക്ഷിക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. മൂസ നബി വന്നു, എന്താണോ ഉണ്ടാക്കിയത്? ഹാറൂൻ നബിന്റെ താടിക്ക് പിടിച്ചു. ലാ തഖുദ് ബിൽഹിയതി വലാ ബിറസി ഇന്നി ഖശീതൻ തഖൂല ബറക്ത ബൈന ബനി ഇസ്രായേൽ വലം തർകുബു ഖൗലി എന്ന സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. ഖാല ഫമാ ഖത്ബുക യാ സാമിരി ഖാല ബസർതു ബിമാ ലം യബ്സുർ ബിഹി ഫഖബൽതു ഖബൽതൻ മിൻ അസരി റസൂൽ ഫകദാലിക സവ്വലത് ലി നഫ്സി. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. കുറച്ച് സ്വർണവും അതേപോലെ തന്നെയുള്ള പിന്നെ മൂല്യപ്പെട്ട സാധനങ്ങളൊക്കെ അതൊക്കെ ഉരുക്കി ഞാൻ പശുക്കുട്ടിയെ ഉണ്ടാക്കി. അങ്ങനെയാണ് എൻ്റെ ബുദ്ധിക്ക് തോന്നിയത്. സാമരി പറയാണ്, അങ്ങനെയാണ് എൻ്റെ ബുദ്ധിക്ക് തോന്നിയത്. സഹോദരന്മാരെ, ബുദ്ധിക്ക് തോന്നിയതിനനുസരിച്ച് മതമുണ്ടാക്കിയാൽ മതം പൊളിയും. മറിച്ച് മുഅ്മിന്റെ നിലപാടെന്താ? റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഒരുപക്ഷെ നിങ്ങൾ കേട്ട ചരിത്രമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാവനിതയാണ് ഉമ്മു സലമയും അതേപോലെ തന്നെ അവരുടെ ഭർത്താവ് അബൂ സലമ. വളരെ പ്രിയപ്പെട്ട നല്ല ദാമ്പത്യമുള്ള ആളുകളായിരുന്നു. ദീനിനു വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ആളുകളാണ്. അവരുടെ ഹിജ്റയുടെ സമയവും അവരുടെ ത്യാഗവും പറയേണ്ടതില്ല. അങ്ങനെ അബൂ സലമ മരിച്ചു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ മാമിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബത്തുൻ ഫയഖൂലു മാ അമറല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, പടച്ച റബ്ബേ, എൻ്റെ ഈ മുസീബത്തിൽ എനിക്ക് കൂലി തരണമേ, ഇതിനേക്കാൾ നല്ലത് എനിക്ക് തരണമേ, അഥവാ ഇതിനേക്കാൾ നല്ല ഭർത്താവിനെ എനിക്ക് തരണമേ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, അബൂ സലമയേക്കാൾ നല്ല ഭർത്താവ് എനിക്കോ? എന്നിട്ട് അവര് അബൂ സലമയുടെ ഗുണഗണങ്ങൾ എണ്ണിപ്പറയുകയാണ്. എന്നാലും റസൂലുള്ള പറഞ്ഞതല്ലേ, പ്രമാണമല്ലേ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയാത്ത, അതിശയോക്തിക്ക് വേണ്ടി സംസാരിക്കാത്ത, പ്രമാണം മാത്രം സംസാരിക്കുന്ന, വഹിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതല്ലേ, ഇതിനേക്കാൾ നല്ലത് തരട്ടെ എന്ന് അവര് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ കല്യാണം കഴിച്ചു. പിന്നെ ആരാ കെട്ടുന്നത്? അബൂ സലമക്ക് ശേഷം റസൂലുള്ളാഹിയുടെ ഭാര്യയായിട്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മമാരുടെ ലിസ്റ്റിൽ പെട്ടു. ആലോചിച്ച് നോക്കണം, റസൂലുള്ള എന്ത് പഠിച്ചു? എൻ്റെ ബുദ്ധിക്ക് യോജിച്ചില്ല എന്ന് പറഞ്ഞ് മാറ്റിച്ചില്ല, ചൊല്ലി പ്രാർത്ഥന കിട്ടി മുത്ത് നബിയെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, ആരുടെ ഗുണത്തിൽപ്പെട്ടു? എൻ്റെയും നിങ്ങളുടെ ഉമ്മമാരുടെ ഗണത്തിൽപ്പെടാൻ അവർക്ക് സാധിച്ചു. ഇനി നിങ്ങൾക്കറിയാമോ ഹുദൈബിയ സന്ധിയുടെ തീരുമാനങ്ങൾ? വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 100% പ്രത്യക്ഷത്തിൽ നോക്കിയിട്ടെങ്കിൽ 100% മുഅ്മിനീങ്ങൾക്ക് പ്രയാസകരമുണ്ടാവുന്ന തീരുമാനം. റസൂലുള്ള സ്വപ്നം കാണാണ്, ആ മക്ക വിട്ടു പോന്നിട്ടുണ്ട്, എത്രയോ കാലമായി, മക്കയിലേക്കൊന്ന് തിരിച്ചു പോകണം. മദീനയിൽ നിന്നും പോയിട്ട് മക്കയൊന്ന് കാണാൻ, കഅബയൊന്ന് ചുറ്റാൻ, ഒരു ഉംറ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ആ കുന്നുകളും മലകളും കാണാൻ അവർക്ക് ആഗ്രഹമുണ്ട്. റസൂലുള്ള സ്വപ്നം കണ്ടു, സഹാബത്തിനോട് പറഞ്ഞു, നമുക്ക് മക്കയിലേക്ക് പോയി ഉംറ ചെയ്യാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അത് വഹിയാണല്ലോ, പ്രവാചകന്റെ സ്വപ്നം. ശരി, സഹാബത്തിനൊക്കെ ഏറെ ആഹ്ലാദമായി അവർ മദീനയിലേക്ക് പോകുന്നു. എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു, മദീനയിലേക്ക് പോകുന്നു എന്ന് പറയാൻ നമുക്ക് സെക്കൻഡുകൾ മതി. പക്ഷെ അവർ കഷ്ടപ്പെട്ട് മദീനയിലെത്തി. മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ മക്കയുടെ ബൗണ്ടറിയിൽ ഹുദൈബിയയിൽ അവർ അവിടെ നിന്നു. വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ചരിത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? ഈ വർഷം ഉംറ ചെയ്യാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. സന്ധി ഉണ്ടാകുന്നു, സന്ധി എഴുതുകയാണ്. ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയപ്പോൾ മക്ക മുശ്രിക്കുകൾ അനുവദിച്ചില്ല. ഈ റസൂലുള്ളാഹിയാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ലല്ലോ, അത് എഴുതാൻ പറ്റില്ല. മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്ന് എഴുത്. അള്ളാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമ്പോൾ റഹ്മാനാണ് അള്ളാഹ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. വെട്ടുന്നു. സഹാബത്തിന് 100% പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു അല്ലേ? എന്നിട്ടോ ഈ സന്ധി കാലഘട്ടത്തിൽ എന്താണ്? മക്കയിൽ നിങ്ങളുടെ കൂടെ മുസ്ലിമീങ്ങളായി വന്ന ആളുകൾ ഒരു തിരിച്ച് ഞങ്ങളുടെ മതത്തിലേക്ക് തന്നെ കാഫറുകളായി തിരിച്ചു വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. ഓൽക്ക് മദീനത്ത് നിന്ന് മക്കത്തേക്ക് തന്നെ വരാം. പക്ഷേ മക്കത്തുനിന്ന് ഒരാൾ, കാഫിറായ ഒരാൾ മുഅ്മിനായാണ്ട് വന്നിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. മദീനക്കാർ സ്വീകരിക്കരുത്, നിങ്ങളെ കൂട്ടത്തിൽ കൂടരുത്. ഇങ്ങനെയുള്ള പ്രത്യക്ഷത്തിൽ കണ്ടാൽ 100% പ്രയാസകരമായ വിധിയായിരുന്നു, സന്ധിയായിരുന്നു ഹുദൈബിയ സന്ധി. ഈ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേദനിച്ചിട്ട്, സഹാബികൾ വേദനിക്കുക, എന്തൊരു നിയമമാണ്, എന്തൊരു സന്ധിയാണ് റസൂൽ, എന്തിനാണ് ഇത് ഒപ്പിട്ട് കൊടുക്കുന്നത്?
എന്തിനാണ് ഇത് അംഗീകരിച്ചു കൊടുക്കുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബികൾ ചോദിക്കുകയാണ്, അലസ്നാ അലൽ ഹഖ്, റസൂലേ നമ്മൾ സത്യത്തിന്റെ ആളുകളല്ലേ? അതേപോലെ തന്നെ വഅദൂനാ അലൽ ബാത്തിൽ, നമ്മുടെ ശത്രുക്കൾ ബാത്തിലിന്റെ ആളുകളല്ലേ പ്രവാചകരെ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ബല, അത് ശരിയാണ്. ഫലിമൻ ഉതി അദ്ദനിയത ഫീ ദീനിനാ, പിന്നെ എന്തിനാണ് റസൂലേ ഇത്രയധികം നിന്യത നമ്മൾ ദീനിന്റെ പേരിൽ വാങ്ങണത്? പോകാൻ പറഞ്ഞൂടെ റസൂലേ എന്ന് നമ്മുടെ നേതാക്കന്മാരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ സംസാരിക്കുകയാണ്, അല്ലേ? അവരുടെ ബുദ്ധിക്ക് യോജിച്ചില്ല. എന്നാൽ റസൂലുള്ള പറഞ്ഞില്ല, അനുസരിച്ചു, സമീഅനാ വഅതൈനാ. പിന്നെ അവർക്ക് മനസ്സിലായി ഹുദൈബിയ സന്ധിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ, നിങ്ങൾക്ക് വ്യക്തമായ വിജയം തന്നിരിക്കുന്നു. വ്യക്തമായ സ്പഷ്ടമായ വിജയമാണ് ഉണ്ടായത് എന്ന് അള്ളാഹു ഉടനെ തന്നെ പ്രഖ്യാപിക്കണം. സഹാബത്തിന് മനസ്സിലായില്ല, പക്ഷെ കാലം തെളിയിച്ചു, കാലം അവർക്ക് തെളിയിച്ചു കൊടുത്തു, അല്ലേ? അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളേണ്ടതല്ല. അത് അള്ളാഹുവിന്റെ ബുദ്ധിയാണ്, അള്ളാഹുവിന്റെ ഖാലിഖായ അള്ളാഹുവിന്റെ ബുദ്ധിയാണ് ഏറ്റവും വലുത്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വഴിപ്പെടൽ നിർബന്ധമാണ്. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, ചില ആളുകൾ പറയുന്നു ഹദീസുകളിൽ വൈരുദ്ധ്യമുണ്ട്. ഖുർആനിലോ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഖുർആനിലും വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്ന യുക്തിവാദികളുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ബഹുഭാര്യത്വം പറ്റും, നിങ്ങൾക്ക് 4 പേരെ കല്യാണം കഴിക്കാം, പക്ഷേ നിങ്ങൾ ഭാര്യമാർക്കിടയിൽ നീതി ഉണ്ടാകണം, ഭാര്യമാർക്കിടയിൽ നീതി ഉണ്ടാകണം. എന്നിട്ട് അല്പം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ പറയണത്, എന്നാൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഭാര്യമാർക്കിടയിൽ നീതി പുലർത്താൻ സാധിക്കൂല കേട്ടോ. എന്താ പറഞ്ഞത്? ഭാര്യമാർക്കിടയിൽ നീതി ഉണ്ടാകണം ഒരായത്ത് പഠിക്കുന്നു, മറ്റൊരായത്തിൽ ഭാര്യമാർക്കിടയിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നീതി ഉണ്ടാക്കാൻ കഴിയൂല കേട്ടോ. ഈ ആയത്തിന് വിശദീകരണമില്ലേ? ഇത് പ്രത്യക്ഷത്തിൽ കണ്ടാൽ വൈരുദ്ധ്യമാണ്. ഇത് പറയുമ്പോൾ ഈ ഹദീസ് നിഷേധികളായ ആളുകൾ എന്ത് പറയുന്നു? ഇങ്ങനെ ഒട്ടനേകം ഉദാഹരണങ്ങൾ സഹോദരന്മാരെ. ഒരു ഭർത്താവ് മരിച്ച പെണ്ണ് 4 മാസവും 10 ദിവസവും ഇരിക്കണം, എന്നാൽ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കണക്ക് പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിന്റെ അർത്ഥം എന്താ? വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണോ? ബുദ്ധിക്ക് യോജിക്കാത്തതുണ്ടോ എന്നാണോ? ഇല്ല, ഇതിനെല്ലാം വിശദീകരണങ്ങളുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഹദീസ് നിഷേധികൾ ഒരു ഭാഗത്ത്. ഇനി ചില ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പ്രത്യേകത എന്താ? സ്വഹീഹായ ഹദീസുകളൊക്കെ മാറ്റിവെക്കുന്നു, അവരെടുക്കും. പക്ഷേ അവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും അവർ തെളിയിക്കാനും അതേപോലെ സമർത്ഥിക്കാനും വേണ്ടി പാളക്കിതാബുകളും വാറോലുകളും വൈഫായ ഹദീസുകളും നിർമ്മിതങ്ങളായ ഹദീസുകളും കൊണ്ടുവരുന്നു, അല്ലേ? സമസ്തക്കാരായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ത്വരീഖത്തിന്റെ ആളുകൾ, ഷിയാക്കൾ, അവരുടെ ഏറ്റവും വലിയ അവരുണ്ടാക്കിയത് തന്നെ ഒരു സമസ്ത മുസ്ലിയാർ പറയുന്നുണ്ട്. സമസ്ത നമ്മുടെ ഈ സംഘടന, ഇവരിപ്പോ 100ാം വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലാണ്. ഞങ്ങളാണ് ആഘോഷിക്കേണ്ടത്, AP നിങ്ങളാണ് ആഘോഷിക്കേണ്ടത്, ഈ 2 കൂട്ടർ മത്സരമൊക്കെ നടക്കുന്നുണ്ട്. ഇരിക്കട്ടെ, 2 കൂട്ടർ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഉസ്താദ് പറയുകയാണ്, എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത്? മുഹീദ്ദീൻ ഷെയ്ഖിനെ ആവേശത്തോടെ വിളിക്കാൻ, യാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ആവേശത്തോടെ ഒളി വിളിക്കാനല്ലേ സമസ്ത ഉണ്ടാക്കിയത് എന്ന്. ഇവരുടെ അടിത്തറ തന്നെ അതാണ്, സമസ്തയുടെ അടിത്തറ. സാധാരണക്കാരായ സാധുക്കളായ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, അള്ളാഹു ദീനി നമുക്ക് ഇറക്കിയത് അള്ളാഹിനെ വിളിക്കാനാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായതേട്ടങ്ങളും ആവലാദികളും വേവലാദികളും അങ്ങനെ ആരാധനയുടെ ഗണത്തിൽ വരുന്ന എന്തുണ്ടോ അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്, ഇല്ലേ? എന്നാൽ ഈ സമസ്തക്കാരെന്ത് ചെയ്യുന്നു? ഇവരുടെ ഈ ആദർശം ഖുർആനിന്നോ സുന്നത്തുന്നോ തെളിവിട്ടൂല. സ്വഹീഹായ ഹദീസുകളും ആയത്തുകളും അവർ ദുർവ്യാഖ്യാനിക്കുന്നു. പിന്നെ മൗദൂഉകളുമായി വരുന്നു, ദുർബലങ്ങളായ ഹദീസുകൾ കൊണ്ടുവരുന്നു. ഏതോ മജ്ഹൂലായ അറിയപ്പെടാത്ത ആളുകൾ അങ്ങനെ ചെയ്തു, റസൂലുള്ളാഹിന്റെ ഖബറിൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, തെളിവൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അങ്ങനെ ചില ആളുകളുണ്ട്. അവരെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് എത്രത്തോളം സഹോദരന്മാരെ, എത്രത്തോളം ഇവിടെ സംസാരിക്കുകയുണ്ടായി. എന്താണ്? ഇങ്ങനെയൊക്കെ മൗദൂഉകൾ കൊണ്ടുവന്ന് ദുർവ്യാഖ്യാനിച്ച് ഒപ്പിച്ച് അതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ബിദ്അത്തുകളും ഷിർക്കൻ ഖുറാഫാത്ത് കാര്യങ്ങളെല്ലാം നല്ല ബിദ്അത്തുകളാണ്. മതത്തിൽ നല്ല ബിദ്അത്തുണ്ട്, ചീത്ത ബിദ്അത്തുണ്ട്. അപ്പൊ എന്താ ഈ പറയപ്പെട്ട ഒരു കാട്ടിക്കുട്ടുന്നൊക്കെ നല്ല ബിദ്അത്ത്? സഹോദരന്മാരെ, മതത്തിൽ നല്ല ബിദ്അത്ത് ഒന്നുണ്ടോ? അങ്ങനെയുണ്ടോ? നല്ല ബിദ്അത്ത് ഒന്നുള്ളത് മതത്തിലുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും വഴികേടാണ്,
അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ വഴികേടുള്ളതെല്ലാം വഴികെട്ടതെല്ലാം നരകത്തിലേക്കാണ്. റസൂലുള്ളാഹി ഇന്ന് നല്ല വിദഅത്ത് മാറ്റി നിർത്തിയിട്ടില്ല. പിന്നെ നല്ല വിദഅത്ത് എന്ന് ഭാഷയിൽ പറയും. മുൻഗാമികളിൽ ഇല്ലാത്തത് നമ്മൾ ദുന്യവിയായ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയ നല്ല വിദഅത്ത് എന്ന് പറയാം. അതേപോലെ തന്നെ മുൻഗാമികളായ ആളുകൾ ഇതുപോലെ സമ്മേളനം നടത്തിയിട്ടില്ല. നമുക്ക് സമ്മേളനം മുൻഗാമികൾ നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ദഅവ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ദഅവത്ത് നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെയുള്ള സംവിധാനങ്ങളും എക്സിബിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പറയാം? നല്ല വിദഅത്താണ്. പക്ഷെ അത് ദീനിലുള്ളതാണ്. ഇവര് നല്ല വിദഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിവിടെ കൊണ്ടുവരുന്നത് എന്താ സഹോദരന്മാരെ? ഇവിടെ കബറ് കെട്ടിപ്പൊക്കലും അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കലും അതേപോലെ തന്നെ ജാറും മൂടലും മുത്തലും കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്നും വസൂലാക്കലും. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, കഴിഞ്ഞ വർഷം ഭീമാപ്പള്ളി ജാറും 7.5 കോടി രൂപക്കാണ് ലേലം വിളിച്ചെടുത്തിട്ടുള്ളത്. എന്താ മുതൽ മുടക്ക്? അല്പം സിമന്റും അതേപോലെ തന്നെ മണലും അതേപോലെ തന്നെ 2 കട്ടയും അല്ലേ, അല്പം കട്ടയും അല്ലേ, അതല്ലേ മുതൽ മുടക്കുള്ളൂ. എന്നിട്ട് ഇതെല്ലാം സമർത്ഥിക്കാൻ വേണ്ടി ഇതൊക്കെ നല്ല വിദഅത്തുകളാണ്. മാലകൾ, കുത്താറാത്തീബുകൾ, നമ്മൾ പറയാനുണ്ട് ഡേഞ്ചർ റാത്തീബുകൾ, ഇതൊക്കെ നല്ല വിദഅത്തുകളാണത്രേ. അപ്പൊ സഹോദരന്മാരെ, ദീനിൽ തെളിവില്ലാത്തത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പല പേരുകളും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിവരവുമില്ലാതെ ഒരു വിജ്ഞാനവുമില്ലാതെ ഹദീസുകൾ തള്ളാൻ എളുപ്പമുണ്ട്. പക്ഷേ നമ്മുടെ സഹാബത്ത് ഈ ഹദീസുകൾക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള, ഹദീസുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി അത് പിന്നെ ജീവിതത്തിൽ അതവർ കരസ്ഥമാക്കാൻ വേണ്ടി പണിപ്പെട്ടിട്ടുള്ള അധ്വാനങ്ങൾ നിങ്ങൾക്കറിയാമോ സഹോദരന്മാരെ? അബൂ അയ്യൂബ് അൽ അൻസാരി അദ്ദേഹം മഹാനായ പ്രവാചകന്റെ അനുചരനാണ്. ഈ അബൂ അയ്യൂബ് അൽ അൻസാരി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മിസ്റിലേക്ക് പോവുകയാണ്. എവിടുന്ന്? മദീനയിൽ നിന്നും മിസ്റിലേക്ക്, മദീനയിൽ നിന്നും ഈജിപ്തിലേക്ക് പോവുക. എന്തിനാണെന്നറിയോ? ഒരു 10 ഹദീസ് അവിടെ ഉണ്ട്, എടുക്കാനല്ല, ചോദിക്കാനല്ല, അല്ല. അദ്ദേഹം പറയണത് എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നത് മിസ്റിലെത്തും, മദീനയിൽ നിന്നും അന്നത്തെ കാലത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി അതേ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും താണ്ടി, മലകളും കുന്നുകളും താണ്ടി, ഏറെ പ്രയാസപ്പെട്ട് ചൂടും വെയിലും എല്ലാം സഹിച്ച്, തണുപ്പ് സഹിച്ച്, എന്നിട്ട് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മിസ്റിലുണ്ട്. മിസ്റിലെത്തിയതിനു ശേഷം അദ്ദേഹം പറയുകയാണ്, എന്താണ്? ലം യബ്ക അഹദും സമിഅഹു ഗൈരി ഗൈറക്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇന്നാലിന്ന ഒരു ഹദീസ്, എത്ര ഹദീസാ? ഒരു ഹദീസ്. അത് ഞാനും നിങ്ങളും മാത്രമേ കേട്ടിട്ടുള്ളൂ. നമുക്ക് രണ്ടാക്കും റസൂലുള്ള പഠിപ്പിച്ചെന്നുള്ളത്. അപ്പൊ അന്ന് പറഞ്ഞതിൽ എനിക്ക് ഇച്ചിരി സംശയം, അതെന്നല്ലേ പറഞ്ഞത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം പോവുകയും മിസ്റിലെത്തിയിട്ട് അദ്ദേഹം സംസാരിച്ച് ഉറപ്പാണ് ഇത് തന്നെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം ഫലമ്മ ഹദ്ദസഹു റകിബ അബൂ അയ്യൂബ് അൽ അൻസാരി റാഹിലതഹു വൻസറഫ ആയിദൻ ഇലൽ മദീനതി വലം യഹല്ല റഹ്ലഹു. അഥവാ മിസ്റിലെത്തി കാര്യം ചോദിച്ചു. ഒട്ടകത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒന്ന് ഇറക്കി വെക്കുക പോലും ചെയ്തില്ല. നേരെ തിരിച്ചു. വേറെ അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ടൂർ അടിച്ചിട്ട് വരാമെന്നല്ല, നേരെ തിരിച്ചു. അവർക്ക് വേറെ പണിയുണ്ട്. എന്താണ് പണി? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ സംരക്ഷിക്കുന്ന കാലഘട്ടമാണത്. ഒരു ഹദീസ് ഇതെന്നല്ലേ കേട്ടെന്ന് ഒരു സംശയം. അപ്പൊ പോയി എവിടേക്ക്? മദീനയിൽ നിന്ന് മിസ്റിലേക്ക്. ഇങ്ങനെയാണ് ഹദീസുകളുടെ സ്വീകാര്യത പരിശോധിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാമോ? ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഏകദേശം 14,000 കിലോമീറ്ററാണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത്. നമ്മൾ ഇടിയപ്പുണ്ടാക്കല്ലോ, നൂൽപുട്ട് എന്ന് പറഞ്ഞ സാധനം, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ യാത്രകൾ. നിങ്ങൾ ഗ്രാഫ് നോക്ക്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്നേ. ഇങ്ങനെ എത്രയാണ് കൂഫയും ബസ്റും മിസ്റും അതേപോലെ തന്നെ മക്കയും മദീനയും ഹിജാസും ഇങ്ങനെ കെടുക്കുകയാണ്. ഇത്ര വലിയ മഹാരഥന്മാരായ പർവ്വത സമാനരായ ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളുടെ പുറഞ്ചട്ട കാണാൻ പോലും ഭാഗ്യം കിട്ടാത്ത ആളുകളാണ് ഈ ഹദീസുകളുടെ നിഷേധ പ്രവണകളുമായി വരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, വമാ ആതാകും റസൂൽ ഫഖദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ അതൊന്ന് സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇത്രയാണ്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സുന്നത്തു സഫീനത്തു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലാണ് ഹദീസുകൾ എന്ന് പറഞ്ഞാൽ. കാരണം അതിലുള്ളവരെല്ലാം വിശ്വാസികളാണ്, അതിലുള്ളവരെല്ലാം വിജയിച്ചവരാണ്. അതേ ഒമൻ റക്കിബഹാ നജാ, ആ
ആരെങ്കിലും ആ കപ്പലിൽ കയറിയാൽ ഹദീസുകളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിജയിച്ചു. വമൻ തഖല്ലഫ അൻഹാ ഗരിഖ, ആരെങ്കിലും ആ കപ്പലിൽ കയറാതെ ഹദീസുകളെ സ്വീകരിക്കാതെ തന്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ലെന്ന് പറഞ്ഞ് ദുർന്യായം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, പഠിക്കാനോ ചിന്തിക്കാനോ മനനം ചെയ്യാനോ തയ്യാറില്ലെങ്കിൽ അവൻ മുങ്ങി നശിച്ചത് തന്നെ എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെയുള്ള നിഷേധ പ്രവണതകൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅ, എനിക്ക് ഖുർആനും ഖുർആനിനെ പോലെ ഹദീസും വഹിയായി കിട്ടിയിട്ടുണ്ട്. അലാ, നിങ്ങൾ അറിയണേ, യൂശിക റജുലുൻ ശബ്ആന അലാ അരീകതി, നല്ല വയറ് നിറച്ച് തിന്നിട്ട് സോഫയിൽ ചാരിയിരുന്നിട്ട് മതത്തിന്റെ ആളാന്നും പറഞ്ഞിട്ട് ഒരാൾ വരും കേട്ടോ. അവനിങ്ങനെ സോഫയിൽ ചാരിയിരുന്നിട്ട് പറയും, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആനുള്ളത് മാത്രം സ്വീകരിച്ചാൽ മതി. ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഹില്ലു വമാ വജത്തും മിൻ ഹറാമിൻ ഫഹരിമു, ഖുർആൻ ഹലാലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തോ, ഹദീസുകൾ ഹറാമാണെന്ന്, ഖുർആൻ ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തോ, ഹദീസുകളിലേക്ക് തിരിയേണ്ട ആവശ്യമില്ല, ഖുർആൻ മാത്രം എടുത്താലും മതി എന്ന് പറയുന്ന ആളുകൾ വരും കേട്ടോ. അവൻ ളാലാണ്, മുളില്ലാണ്, അവൻ വഴിപിയച്ചവനാണ്, വഴിപിയപ്പിക്കുന്നവനാണ് എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. അതെ, ഒരു മനുഷ്യൻ സുന്നത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതെ, ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിങ്ങൾ ഖുർആൻ മാത്രം എടുത്താൽ മതി, ഹദീസ് എടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അവൻ ളാലാണ്, മുദില്ലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പണ്ഡിതന്മാരായ അഗ്രേശ്വരന്മാരായ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മുഅ്മിന്റെ നിലപാടെന്താണ്? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു വിധി വിധിച്ചു തന്നാൽ അതിൽ സമാധാനത്തോട്, റസൂലുള്ളാഹി പറഞ്ഞതാണല്ലോ, എനിക്കത് സന്തോഷമാണ്, ഞാനത് സ്വീകരിക്കുന്നു, അത് തുമഅനീനത്തോടുകൂടി സ്വീകരിക്കുന്നു, എൻ്റെ മനസ്സിൽ യാതൊരു പ്രയാസവുമില്ല. താടി വെക്കുന്നതിനോ വലതു കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നതിനോ അതേപോലെ തന്നെ ഹിജാബ് ധരിക്കുന്നതിനോ നിഖാബ് ധരിക്കുന്നതിനോ അതേപോലെ തന്നെ ദീനിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഹദീസ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണോ അല്ലാഹു പഠിപ്പിച്ചതാണോ അതാണ് മുസ്ലിമിന്റെ നിലപാട്, അതായിരിക്കണം മുസ്ലിമിന്റെ നിലപാട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുന്ന മുത്തഖീകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രമാണങ്ങളോട് കൂറ് പുലർത്തി ജീവിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ആ നിലക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ആ സാക്ഷ്യവാചകത്തോട് കൂറ് പുലർത്തി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.